ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം രണ്ട് രണ്ട് ദിവസമായിട്ട് മമ്മൂക്കയെ കുറിച്ചുള്ളൊരു വാർത്ത, മമ്മൂക്കയ്ക്ക് അസുഖമാണ് എന്നുള്ളൊരു വാർത്ത ആദ്യമായിട്ട് ശരിക്കും പബ്ലിക്കായിട്ടൊരു മാധ്യമത്തിൽ പറഞ്ഞത് സാജൻ സക്രിയായിരുന്നു. അതിനുശേഷമാണ് എല്ലാവരും അത് ഏറ്റെടുത്തത്. ആ സമയത്ത് അപ്പോൾ അതിന് മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സാജൻ്റെ വീഡിയോ വരുന്നതിന് മുമ്പ്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് വന്ന് പറഞ്ഞിരുന്നു, പക്ഷേ നമ്മളതൊന്നും കൂട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ, എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പോയി നോക്കിയാൽ കാണാം. മിനിഞ്ഞാന്ന് രാത്രി ചെയ്ത വീഡിയോ, മിനിഞ്ഞാന്ന് ഒരു തലേ ദിവസം ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല, ആൾക്ക് ഈ പറഞ്ഞ ശ്വാസതടസ്സം എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ, അത് ഒന്ന് രണ്ട് ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ വിശ്രമത്തിന് ശേഷം ശരിയാവുന്നൊക്കെയുള്ളത്. അങ്ങനെ അസുഖം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാരണം അങ്ങനെ അസുഖം ആർക്കും വരാം, എല്ലാവർക്കും. ഇത് വലിയൊരു സംഭവം ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. എല്ലാ മനുഷ്യനും അസുഖം വരാം. ഏതൊരു മനുഷ്യനല്ലേ, അസുഖം വരില്ലേ? അസുഖം എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും അസുഖം വരാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അസുഖം വരാം എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് സാജൻ പറഞ്ഞപ്പോൾ, പിന്നെ സാജൻ പറഞ്ഞത്, സാജൻ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചതിന് ശേഷം തന്നെയാണ് സാജൻ ഈ വാർത്ത പറഞ്ഞത്. കാരണം സാജനായാലും ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇങ്ങനെയുള്ള വിഷയങ്ങൾ, മറ്റുള്ള പോലെയല്ല, ഒരു രാഷ്ട്രീയ പോലെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെയും നുണകൾ പറയാം. പക്ഷേ ഒരു വ്യക്തി, അതും മാത്രമല്ല ലോകം മലയാളികളുടെ അഹങ്കാരമായിട്ടുള്ള മമ്മൂക്കയെക്കുറിച്ച് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളത് സാജനറിയാം. സാജൻ മന്ദബുദ്ധിയൊന്നുമല്ലല്ലോ. അപ്പോൾ സാജനറിയാം. സാജനും ഇതുപോലെ എല്ലാവരുടെ അടുത്തും അന്വേഷിച്ചതിന് ശേഷം തന്നെയാണ് ഇങ്ങനൊരു വാർത്ത പുറത്തുവിട്ടത്. സാധാരണ എന്ത് വാർത്ത ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും മറ്റുള്ള മാധ്യമങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് സാജൻ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ളതും സാജൻ തന്നെയാണ്. മറുനാടൻ മലയാളി എന്ന ചാനലിന് തന്നെയാണ് ഏറ്റവും ഡിമാൻഡ്. കാരണം പുറത്തറിയിക്കുന്നതും മാത്രമല്ല, ആരെയും പേടിയില്ലാതെ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു ചാനലും അദ്ദേഹത്തിന് തന്നെയാണ്. അപ്പോൾ നമ്മളും ആ രീതിയിൽ അങ്ങനെ കണ്ട സമയത്ത് നമുക്ക് ഏറ്റവും, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി, അല്ലെങ്കിൽ 40-45 കൊല്ലമായിട്ട് ഡൈഹാർഡായിട്ടുള്ള ഫാനായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ജീവിതത്തിൽ ടെൻഷൻ അടിച്ചിട്ടുള്ളതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രമാത്രം സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തളർന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അറിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി നമുക്ക് ഇതൊക്കെ ആയിട്ട് കുറച്ച് ബന്ധം, അതായത് ഞാൻ ഈ മാർക്കറ്റിംഗ് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ, ഇങ്ങനെ വെൽനെസ്സായിട്ട് ബന്ധമുള്ള കാരണം, പ്രൊഡക്റ്റുകളും അതൊക്കെ ആയിട്ട് ബന്ധമുള്ളത് കാരണം തുടക്കമാണ് എന്നുള്ളതും, ഇതൊന്നും മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല എന്നുള്ളതും. കാരണം പാവങ്ങൾക്കാണ് ഇതൊക്കെ വന്നൊരു പ്രശ്നം. അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുള്ള ആളാണ്. പിന്നെ അതിന് പിന്നിൽ നിൽക്കാൻ എല്ലാവരും ഉണ്ട്. മരുമകൻ ഇത്ര വലിയ ഡോക്ടർ, അത് ഏറ്റവും വലിയ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും വലിയ ഡോക്ടർ, അങ്ങനെയുള്ള രീതിയിൽ എല്ലാം കൊണ്ടും അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വിഷയമല്ല. മാത്രമല്ല സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ആളെ സംബന്ധിച്ചിതൊന്നും ഒരു വിഷയമല്ല. മാക്സിമം ആൾക്ക് സിനിമയിൽ ഇത്ര മാത്രം എനിക്ക് ടെൻഷൻ ഉണ്ടാകുന്നുള്ളൂ. സിനിമയിൽ അഭിനയിക്കാൻ കുറച്ച് സമയം, എന്തായാലും ഒരു മാസം സമയം, 3 ആഴ്ച എന്ന് പറഞ്ഞിരുന്നത്, ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച സമയം എന്തായാലും റെസ്റ്റ് വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും ഇനിയായാലും അദ്ദേഹം എന്തായാലും നോമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തായാലും ഞാൻ പറയുന്നു, ഉറപ്പായിട്ടും പറയുന്നു, ഒരു ഏപ്രിൽ അവസാനത്തോടു കൂടി ഇനി അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുള്ളൂ എന്നുള്ളത്. നിങ്ങൾക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ ആരും അങ്ങനെ ഒന്ന് കമൻറ്റ് പറഞ്ഞിട്ടില്ല. ഈ 3 വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആരും ഇത്രയും മമ്മൂക്കയുടെ ഫാൻസ് നമുക്കുള്ളതാണ്, അവരൊന്നും പറഞ്ഞില്ല. എന്നാലും വളരെ കുറഞ്ഞ ആൾക്കാർ ഇപ്പോഴും അതല്ല എന്നും അങ്ങനെ ഇല്ല എന്ന് വാശി പിടിച്ച്, മറുനാടൻ തെറി പറഞ്ഞിട്ടും വാശി പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ സഹതാപം മാത്രമാണ് തോന്നുന്നത്. സഹതാപം. കാരണം അങ്ങനെയാണെങ്കിൽ, ഇതൊരു നുണയായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ, മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭ, അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ അത്രയും ലോകമെമ്പാടുള്ള മലയാളികൾക്കും എല്ലാവർക്കും പ്രിയങ്കരനായ മമ്മൂക്കയുടെ ഏറ്റവും വലിയ സുഹൃത്തു കൂടിയായിട്ടുള്ള ലാലേട്ടൻ ഇത്രയും കഷ്ടപ്പെട്ട് ശബരിമല കയറി അദ്ദേഹത്തിന് വേണ്ടിയും, അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ അത്രയും കോടികളൊക്കെ ചിലവാക്കി ഇറങ്ങാൻ പോകുന്ന സിനിമയ്ക്ക് വേണ്ടിയും, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും മമ്മൂക്കയ്ക്ക് വേണ്ടിയും, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സുചിത്രയ്ക്ക് വേണ്ടിയും ഇങ്ങനെ പൂജയും വഴിപാടൊക്കെ ചെയ്യണമെങ്കിൽ അത് സാധാരണ ഇദ്ദേഹത്തിനൊരു അസുഖവും ഒന്നും ഇല്ലെങ്കിൽ ചെയ്യില്ലല്ലോ. അതുമാത്രമല്ല, ഉഷപൂജ എന്നൊരു പൂജയാണ് ചെയ്തത്. ഉഷപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയുള്ളൊരു പൂജയാണ്. അപ്പോൾ ഒരു മമ്മൂക്കയ്ക്ക് ഒരു അസുഖമില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ ഒരിക്കലും ലാലേട്ടൻ
മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് പൂജ നടത്തില്ല. ഇതൊന്നും മനസ്സിലാവാതെ ഇവിടെ ഇരുന്ന് തലകുത്തി മറിയുന്ന മന്ദബുദ്ധികളായുള്ള പലർക്കും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് മമ്മൂക്കയോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് മറ്റുള്ളവരെ കുറ്റം പറയാനും തെറി വിളിക്കാനും അല്ല പോകേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കും, ഞാനൊക്കെ ചെയ്യുന്ന പോലെ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിനൊന്നും സംഭവിക്കും. ഇതൊക്കെ വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ലളിതമായുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് ഓവറായിട്ട് സ്റ്റേജിൽ നിന്ന് കടന്നു പോയിട്ടില്ല, തുടക്കം മാത്രമാണ്. അപ്പോൾ അത്രയാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പം ഞാൻ നോക്കുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ ധാരാളം വീഡിയോസാണ് ഈ ഷാജൻ സക്കറിയയുടെ എന്താ പറയുക ആദരാഞ്ജലികളും പ്രണാമം അർപ്പിച്ചിട്ടുള്ള പോസ്റ്ററും റീത്തൊക്കെ ഉണ്ടാക്കിയിട്ട് സാധനം വെച്ചിട്ടൊക്കെ ചെയ്ത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിന് ഇത്രയധികം എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഈ വിഷയത്തിന് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ മനുഷ്യനാണ്, മമ്മൂക്കയും മനുഷ്യൻ, നമ്മളെല്ലാവരും മനുഷ്യർ, എല്ലാവർക്കും ഒരു മമ്മൂക്കം ദൈവമാണ്. മമ്മൂക്കയ്ക്ക് അസുഖം വരില്ലേ? നമുക്കെല്ലാവർക്കും മമ്മൂക്കയ്ക്ക് വരും. നമ്മൾ മമ്മൂക്കയെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ അതിന് ആളും അതുപോലെ ആരും മമ്മൂക്ക ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദുൽഖർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സുൽഫത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ അവർ ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേഴ്സണൽ മാനേജർ ആയിട്ടുള്ള ജോർജ് ഏട്ടനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ റോബോട്ടോ മറ്റേ കുര്യാക്കോസോ, അങ്ങനെ ഏതൊരു ആൾക്കാരായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൂടെ വർഷങ്ങളായി നിലനിൽക്കുന്ന ആളുകൾ, അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ മമ്മൂട്ടി ഫാൻസിൻ്റെ ആരും പറഞ്ഞില്ല. ഇവരൊന്നും ഒന്നും പറയുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെങ്കിൽ അത് പുറത്തേക്ക് നമ്മൾ അറിയിക്കേണ്ട എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞ് ഇതിപ്പോൾ വലിയ സംഭവമാക്കി. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഷാജനും ഈ സംഭവം 3 പ്രാവശ്യം പറഞ്ഞല്ലേ, ഒറ്റ തവണ പറഞ്ഞ് നിർത്തിയാണ്. അതന്നെ പറഞ്ഞ് അയാൾക്ക് പ്രണാമർപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് വർഷങ്ങളാക്കി. ഇതിൻ്റെ ഇടയിൽ 2-3 യൂട്യൂബേഴ്സ് ശരിക്കും ഇതിനെ വേറെ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് എന്താ പറയുക, ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് അയാളെ കുറ്റം പറഞ്ഞ് അങ്ങനെ പോപ്പുലർ ആവാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ സമയം ഏകദേശം 10:30 ആയി കഴിഞ്ഞു, രാത്രി 10:30 ആയി കഴിഞ്ഞു. ഈ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് ചെയ്യാറുണ്ട്, പക്ഷേ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതെല്ലാം അവസാനിപ്പിക്കുക. എന്തായാലും നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ഒരു മാക്സിമം 1 മാസം അദ്ദേഹം വിശ്രമം എടുക്കട്ടെ. ആൾ വിശ്രമിക്കാറേ ഇല്ലല്ലോ, എത്ര നാളായി, എത്ര സിനിമകൾ ഇപ്പോൾ ആൾക്ക് പെൻഡിങ് ആയി നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഷൂട്ടിങ് കഴിഞ്ഞിരിക്കുന്ന സിനിമകൾ. ഇനിയിപ്പോൾ ഈ മഹേഷ് നാരായണൻ്റെ സിനിമയുടെ കുറച്ച് ഭാഗം മാത്രമേ ആൾ റെസ്റ്റ് ചെയ്യട്ടെ. ആർക്കിപ്പോൾ തിരക്ക് സിനിമ. ബസൂക്ക് എന്തായാലും ഏപ്രിൽ 10-ാം തീയതി വരും. അതുവരെ അതൊക്കെ വിജയിപ്പിക്കാൻ നോക്കുക. ആ സിനിമയ്ക്ക് പരമാവധി സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ നോക്കുക. ഇവിടെ വടക്കൻ വീരഗാഥയും അങ്ങനെയുള്ള ഇത്രയും വലിയ സിനിമ, വടക്കൻ വീരഗാഥ എന്ന സിനിമ റിലീസ് ചെയ്തിട്ട് നിങ്ങളൊക്കെ എത്ര പേര് ഇങ്ങനെ പറയുന്നവർ എത്ര പേര് പോയി ആ സിനിമ പോയി കണ്ടു തിയേറ്ററിൽ? നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ ഏകദേശം ഒരു 10-20 വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്ത്, 20 പോരാ, അതിന് കൂടുതൽ 10-30ഓളം വീഡിയോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ധാരാളം പേര് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളല്ല, ആ സിനിമ മുമ്പ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ, ഒരു മിഡിൽ ഏജ് മുതൽ ഒരു 35-40 വയസ്സ് മുകളിലുള്ള ആളുകൾ ആയിരുന്നു കൂടുതൽ ആ സിനിമയ്ക്ക് കണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കും, അല്ലാണ്ട് ഇതുമ്മ കയറി നിരങ്ങാതെ. ഞാനിപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാണുന്നവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, ഞാൻ പറയും മറ്റുള്ള ചാനലിലും അല്ലെങ്കിൽ മറ്റുള്ള വിവരങ്ങളും കണ്ടപ്പോൾ പറഞ്ഞത് മാത്രം. പലരും ഇത് വലിയൊരു വേറെ രീതിയിലൊരു ഗെയിമാക്കി മാറ്റാൻ ശ്രമിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇനി വരാൻ പോകുന്ന ബസൂക്കയ്ക്ക് പ്രൊമോഷൻ കൊടുക്കുക, ബസൂക്ക എന്ന സിനിമ വിജയിപ്പിക്കാൻ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ വരാൻ പോകുന്ന കളങ്കാവലിനും അതുപോലെ തന്നെ മറ്റുള്ള സിനിമകൾക്കൊക്കെ അതുപോലെ സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതുതന്നെ പറഞ്ഞിരിക്കാണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പോൾ മമ്മൂക്കയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രാർത്ഥനയും ജഗദീശൻ്റെ ഭാഗത്തുനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്. ഞാനിതിന് വലിയൊരു വഴിപാട് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ എന്താ പറയുക, അതൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ 2 ദിവസം വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഇനി എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ല. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിന് എല്ലാ ആശംസകളും, ഇത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാ പ്രാർത്ഥനയും